പഴങ്ങളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന മാംഗുസ്തിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. പുറത്ത് പർപ്പിൾ നിറവും ഉള്ളിൽ വെളുത്ത മൃദുവായ മാംസവും നിരവധി ആരോഗ്യ ഗുണങ്ങളുമുള്ള ഒന്നാണ് മാംഗുസ്തി. രുചി, ആരോഗ്യ ഗുണങ്ങൾ, കൃഷി രഹസ്യങ്ങൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതിനു മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് അമർത്തുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കല്ലേ. മാംഗുസ്തി അത്ര നിസാരക്കാരനല്ല. ഇന്തോനേഷ്യയിലും മലേഷ്യയിലുമാണ് മാംഗുസ്തിയുടെ ജന്മദേശം. ഇപ്പോൾ എല്ലായിടത്തും മാംഗുസ്തി കാണാൻ സാധിക്കും. ഇനി നമുക്ക് മാംഗുസ്തിയുടെ കൃഷി രീതിയെക്കുറിച്ച് നമുക്ക് നോക്കാം. എങ്ങനെയൊക്കെ കൃഷി ചെയ്താൽ നമുക്ക് മാംഗുസ്തി നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവരാം. മാംഗുസ്തി വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. നമ്മൾ അതുപോലെ കഷ്ടപ്പെട്ട് നോക്കിയാൽ മാത്രമേ നമുക്ക് മാംഗുസ്തി നല്ല രീതിക്ക് വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കത്തുള്ളൂ. ചൂടും ഈർപ്പം കൂടിയ പ്രദേശത്തുമാണ് മാംഗുസ്തി കൃഷി ചെയ്യാൻ അനുയോജ്യം. നേരിട്ടുള്ള കനത്ത സൂര്യപ്രകാശം അടിക്കുന്ന സ്ഥലത്ത് നിന്നും ഒഴിവാക്കി വേണം മാംഗുസ്തി നടാൻ. തൈകൾ നടാൻ നേരത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കുഴിയെടുപ്പാണ്. 1.5 അടി മുതൽ 2 അടി വരെ താഴ്ചയുള്ള കുഴിയായിരിക്കണം മാംഗുസ്തി തൈ നടാനെ കൊണ്ട് എടുക്കേണ്ടത്. ചാണകപ്പൊടി, കമ്പോസ്റ്റ്, ചുണ്ണാമ്പ് പൊടി ഇവ ചേർത്ത് തൈ നടുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. നേഴ്സറിയിൽ നിന്ന് നല്ല തൈകൾ മേടിക്കാൻ കിട്ടും. അതുപോലെ തന്നെ നല്ലപോലെ പഴുത്ത മാംഗുസ്തിയിൽ നിന്ന് നമുക്ക് വിത്ത് ശേഖരിക്കാം. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് തൈ മീഡിയം പരുവം ആവുന്നത് വരെ നമ്മൾ കെയർ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് മാംഗുസ്തി തൈ നമുക്ക് വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കത്തുള്ളൂ. അതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മൾ തൈ നടുന്ന സമയം തൊട്ട് തൈ ഒരു മീഡിയം പരുവം ആവുന്നത് വരെ നമ്മൾ നല്ല പോലെ തണുപ്പും കാര്യങ്ങളും നമ്മൾ മാംഗുസ്തിക്ക് കൊടുക്കണം. അതായത് നമ്മൾ മാംഗുസ്തി തൈയുടെ മൂട്ടിൽ, അതായത് ചെവിട്ടിലെ മൂട്ടിൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാം, നമ്മൾ നല്ലപോലെ തണുപ്പ് വെച്ച് കൊടുക്കണം. ചപ്പോ അതുപോലെ വാഴപ്പിണ്ടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തണുപ്പ് വെച്ച് കൊടുത്ത് അതുപോലെ നല്ലപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്നെങ്കിൽ മാത്രമേ നമുക്ക് മാംഗുസ്തി നല്ലപോലെ നമുക്ക് വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കത്തുള്ളൂ. മിനിമം 4 വർഷം കഴിഞ്ഞാൽ മാത്രമേ മാംഗുസ്തി കായ്ച്ചു തുടങ്ങത്തുള്ളൂ. ആദ്യത്തെ തവണ മാംഗുസ്തി നല്ലതുപോലെ കായ്ക്കത്തില്ല. എന്നാൽ വരും വർഷങ്ങളിൽ നല്ലപോലെ നമുക്ക് വിളവെടുക്കാൻ സാധിക്കും. ഇനി നമുക്ക് മാംഗുസ്തിക്ക് എന്തൊക്കെ വളങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എന്തൊക്കെ വളങ്ങളാണ് നമുക്ക് ആവശ്യം, എന്തായാലും നമുക്ക് ആ ഡീറ്റെയിൽസിലോട്ട് നമുക്കൊന്ന് പോകാം. ആദ്യമൊക്കെ നമ്മൾ ഒരുപാട് വളം ചേർക്കേണ്ട ആവശ്യമില്ല. വർഷത്തിൽ നമ്മൾ 2-3 തവണ, അതും ജൈവവളമാണ് ഏറ്റവും ബെറ്റർ. കമ്പോസ്റ്റ്, ചാണകം, ആ കൂട്ടത്തിൽ നമുക്ക് ചാരവും ഉപയോഗിക്കാം. ഇവയാണ് നമുക്ക് എന്തുകൊണ്ടും നല്ലത്. തൈയൊക്കെ വളർന്ന് ഫലം ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ആവശ്യമെങ്കിൽ മാത്രം നൈട്രജനും ഫോസ്ഫറസ്, പൊട്ടാസ്യം ഇവ പോലുള്ള ബാലൻസ് കെമിക്കൽ ഫർട്ടിലൈസർ ചെറിയ അളവിൽ നമ്മൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഇവ 3ഉം ഒരേ അളവിൽ വേണം നമുക്ക് കൊടുക്കാനൊക്കെ ഉണ്ട്. അതും കൂടാൻ പാടില്ല. അതേപോലെ ചൂട് സമയത്ത് നമ്മൾ എല്ലാ ദിവസവും വെള്ളം ഒഴിച്ചു കൊടുത്താൽ അത്രയും നല്ലതാണ്. വെള്ളത്തിന് ബുദ്ധിമുട്ടോ കാര്യങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ ആഴ്ചയിൽ 2-3 തവണയെങ്കിലും നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒരുപാട് ചൂട് താങ്ങാനുള്ള ശേഷി മാംഗുസ്തിക്കില്ല. നല്ലപോലെ ചൂടടിക്കുകയാണെങ്കിൽ തണ്ട് ഉൾപ്പെടെ മൊത്തത്തിൽ വാടാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വാടിപ്പോയാൽ പിന്നീട് വളർന്നു വരുന്ന കാര്യം സംശയമാണ്. ഇനി നമുക്ക് മാംഗുസ്തിക്ക് ഏറ്റവും എളുപ്പത്തിൽ വരുന്ന രോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വേറൊന്നുമല്ല, ഏറ്റവും മെയിനായിട്ട് വരുന്നത് പൂപ്പൽ രോഗമാണ്. പൂപ്പൽ രോഗം പോലെയുള്ളവ തടയാനെ കൊണ്ട് നമുക്ക് ജൈവ കീടനാശിനി ഉപയോഗിക്കാം. അതുപോലെ തന്നെ പൂപ്പൽ രോഗനാശം തടയാനൊക്കെ ഏറ്റവും ബെറ്റർ നമ്മൾ വീട്ടിലെ അടുപ്പിലെ ചാരമാണ്. അടുപ്പിലെ ചാരം നമ്മൾ ഇലകളിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പൂപ്പൽ രോഗമൊന്നുമല്ല, ഒരുവിധപ്പെട്ട രോഗങ്ങളെല്ലാം നമുക്ക് തടയാൻ സാധിക്കും. അത് മാംഗുസ്തി മാത്രമല്ല, ഒരുവിധപ്പെട്ട എല്ലാ കൃഷിക്കും ഏറ്റവും ബെറ്ററാണ് ചാരം എന്ന് പറയുന്നത്. പുഴുക്കടിയും അങ്ങനെയുള്ള പൂപ്പലും അങ്ങനെയുള്ള എല്ലാ രോഗങ്ങളും തടയാൻ ചാമ്പലും ബെറ്ററാണ്. ഇനി നമുക്ക് ഇത് കഴിച്ചാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. മാംഗോസ്റ്റിൻ കഴിച്ചാൽ 1-2 ഗുണങ്ങളല്ല, ഒരുപാട് ഗുണങ്ങളുണ്ട്. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വിറ്റാമിൻ സി, ആൻറ്റി ഓക്സിഡൻറ്റുകൾ, ഫൈബർ എന്നിവ ധാരാളം അടങ്ങിയതിനാൽ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ, ജീർണം മെച്ചപ്പെടുത്താൻ, ചർമ്മ സൗന്ദര്യം നിലനിർത്താൻ, അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മുടെയൊക്കെ വീട്ടിലെ പച്ചക്കറി ഉൾപ്പെടെ ഫ്രൂട്ട്സും അങ്ങനെ വേണ്ട മിക്ക സാധനങ്ങളും നശിപ്പിക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നവരാണ് കട്ടുറുമ്പുകൾ. ഇവർ കൂട്ടമായിട്ട് കയറിക്കഴിഞ്ഞാൽ മാംഗുസ്തി എന്നല്ല, റംബൂട്ടാനെന്നല്ല, കൊക്കോക്കോ അങ്ങനെ വേണ്ട എന്ത് സാധനമാണെങ്കിലും ഇവരെ അരിച്ചരിച്ചരിച്ച് അതില്ലാതാക്കി കളയും. നമുക്ക് നല്ല ഇപ്പോൾ വരുന്നുണ്ട്. ഒരു പീസ് എടുത്ത് നോക്കാം, കണ്ടോ, പൊടിച്ച് നോക്കാമേ. അടിപൊളി എന്നണ്ടോ. നമുക്ക് ഇതിൻ്റെ അകത്ത് ഈ വലിയ അല്ലി ഉണ്ടല്ലോ, ഈ വലിയ അല്ലി നമുക്ക് വേണമെങ്കിൽ കുഴിച്ചിടാൻ കേട്ടോ. ചെറുതൊക്കെ നമുക്ക് അരിച്ച് തന്നെ തിന്നാൻ പറ്റും. പക്ഷേ വലിയതാണെങ്കിൽ നമുക്ക് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് മാംഗോസ്റ്റിയൊക്കെ ഉണ്ട് നട്ട് വളർത്താവുന്നതാണ്.
അപ്പോൾ ഇതിനകത്ത് ഈ വലിയ എലി ഉണ്ടല്ലോ, ഈ വലിയ എലി നമുക്ക് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് മാങ്കുസ്തിയൊക്കെ നമുക്ക് നട്ടു വളർത്താവുന്നതാണ്. മാങ്കുസ്തിക്കായുടെ അകത്തുള്ള മാംസത്തെക്കുറിച്ചുള്ള ഗുണങ്ങൾ മാത്രമേ നമ്മൾ പറഞ്ഞുള്ളൂ. തോടിനും നല്ല ഡിമാൻഡാണ്. നമ്മൾ അങ്ങാടിക്കടയിലൊക്കെ ചെല്ലുവാണെങ്കിൽ മാങ്കുസ്തി തോടിനൊക്കെ നല്ല വിലയാണ്. മാങ്കുസ്തി തോട് കൊണ്ടുള്ള ഉപയോഗങ്ങൾ: ആദ്യത്തേത്, കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ വയറുകടിക്ക് നമുക്ക് മാങ്കുസ്തി തോട് വെള്ളത്തിൽ തിളപ്പിച്ച് കുടിച്ചാൽ മതി. അതുപോലെ സ്ത്രീകൾക്ക് കുമ്മനും ഏറ്റവും ബെറ്ററാണ് മാങ്കുസ്തി തോട്. അങ്ങനെ എല്ലാ സ്ഥലത്തുനിന്നും മാങ്കുസ്തി കിളിക്കാറില്ല. മിക്ക ആൾക്കാരും മാങ്കുസ്തി നടാൻ വേണ്ടി ശ്രമിച്ച് പരാജയപ്പെട്ടവരാണ്. എന്തായാലും ഞാൻ പറഞ്ഞ രീതിയിലും ഞാൻ പറഞ്ഞ ടിപ്സൊക്കെ വെച്ചിട്ട് നിങ്ങൾ എന്തായാലും മാങ്കുസ്തി തൈ നട്ട് വളർത്തി നോക്കൂ. ഉറപ്പായിട്ടും വിജയം സുനിശ്ചിതമായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ തൈയൊക്കെ നട്ട് നമ്മൾ മാങ്കുസ്തിയൊക്കെ കായ്ച്ച് നമ്മൾ കാ പറിക്കുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാ നമ്മൾ നിലത്തിടാൻ പാടില്ല. നിലത്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ മാങ്കുസ്തിക്ക ചതഞ്ഞ് നമ്മുടെ മാങ്കുസ്തിക്കകത്തുള്ള അല്ലി കേടാവാൻ ചാൻസ് ഉണ്ട്. അത് പ്രത്യേകം ഓർത്ത് വേണം നമ്മൾ മാങ്കുസ്തി പറിക്കാനെ കൊണ്ട്. അന്നേരം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക. പുതിയ കാർഷിക ടിപ്സിനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.